റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ തങ്ങൾ തർബിയത്ത് ചെയ്തവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ മനസ്സു നോക്കിയവർക്ക് വേണ്ട ശിഫാഇന്റെ മാർഗമെന്തോ അത് നിർദ്ദേശിച്ചു കൊടുത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യം ലോക മുസ്ലിമീങ്ങൾ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ, ആ ത്വരീഖത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണല്ലോ എന്ന് വിചാരിച്ച് വഞ്ചിതനാവല്ലേ. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ, കാരണം അലൈക ബിത്വരീഖിൽ ഹഖ്, സത്യത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആധുനികനായ ആലിമാണ്. നമ്മുടെ പുത്തനാശയക്കാരായ ആളുകളൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ എടുത്തു പറയുന്ന ആലിമാൻ ശിഹാബുദ്ദീൻ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. സ്വന്തം ഗുരുനാഥനെ പറ്റിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ പറ്റിയ പിഴവുകളെ തിരിച്ചു കൊടുത്ത ആലിമാൻ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ആധുനികനാണ്. എനിക്ക് തോന്നുന്നു ഹിജ്റ 750കളിൽ വഫാത്തായ 750കൾ, ദേശം ഒരു 600 മറ്റോ കൊല്ലങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. അത്രയും അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ മുതഅഖിരീങ്ങളിൽപ്പെട്ട ആലിമാൻ എന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആലിം കൂടിയാണ് ഇബ്നുൽ ഖയ്യിം എന്നവർ. ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ, മഹാനവറുകൾ പറയുകയാണ്, അവരുടെ കിതാബുണ്ട് അൽ വാബിലു സ്വബി മിനൽ കലിമി ത്വയ്യിബ് എന്ന് പറഞ്ഞ കിതാബ്. فإذا أراد العبد أن يقتدي برجل فلينظر هل هو من أهل الذكر أو من الغافلين. നമ്മുടെ വളണ്ടിയർമാർ നമ്മുടെ പരിപാടിയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സ്വതക്കകളും നിങ്ങളുടെ തബറുആത്തുകളും സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നല്ല നിയ്യത്ത് ചെയ്ത് നല്ലൊരു സദസ്സാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ ആരിഫീങ്ങളുടെ ആ ഒരു തണലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശനം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹീം. നല്ല നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പറ്റുന്ന കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇതിനിപ്പോ നമുക്കറിയാലോ, ഒരുപാട് ആളുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങളെ കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും വിജയിച്ചു പോകുന്നത്. കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടറിഞ്ഞ് നല്ല നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങളവറുകൾ ഓതിപ്പടിച്ചത് ഇബ്നു തൈമിയ്യയിൽ നിന്നാണ്. മാഷാ അല്ലാഹ്, അവിടെ തേൻ സജ്ജീകരിച്ചിട്ടുണ്ട്. 1500 രൂപ 2000 കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന 1500 കുപ്പിയുണ്ട്. മാഷാ അല്ലാഹ്. 200 രൂപ ഞങ്ങൾ 200 രൂപ മതി. 200-ന് 1500 കുപ്പിയുടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ഓരോന്നിൽ 200 എടുത്ത് വാങ്ങുകയാണെങ്കിൽ അതൊരു വലിയ ഖൈറായിരിക്കും. അതിൽ റുഖിയ ചെയ്തിട്ടുണ്ട്, മന്ത്രി ചൂതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു ശിഫാഇന്റെ സബബാണ്, കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ആമീൻ. അപ്പോ അത് നമ്മൾ വളണ്ടിയർമാരെ കൊണ്ടുവരുമ്പോ അതും കൂടെ വാങ്ങാനുള്ള 200 ബാക്കി വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി പക്കത്തിലെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാണ്, ഇത് ഉദ്ധരിക്കുന്നത് ഇത്തരം ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ദീനിൽ വന്ന ദഖീലാണ്. ഇതൊക്കെ ഇസ്ലാമിക്ക് ഇപ്പൊ കടന്നു വന്നതാ, ഇല്ലാത്തതാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കാനും അവരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വലിയ ആലിമിന്റെ ആ ആലിമിന് വലിയൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. പക്ഷെ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമ, അവരെ മാലിക്കി മദ്ഹബാണ്. ഒരുപക്ഷെ ചില അഭിപ്രായങ്ങളൊക്കെ ശാഫിഈ മദ്ഹബുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് മദ്ഹബ് വേറെയാണ്, മാലിക്കി മദ്ഹബുകാരൻ അല്ലെങ്കിൽ ഹംബലി മദ്ഹബുകാരനാണ് ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ. അതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ കാണും അഭിപ്രായ വിഷയങ്ങൾ. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമ, ബിദ്അത്തിനെ എതിർക്കുകയും തളച്ചുകെട്ടുകയും ചെയ്ത ആളാണ്. സ്വന്തം ഗുരുനാഥനെ പോലും തിരുത്തി കൊടുത്ത ആളാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. അവര് പറയാം, فإذا أراد العبد أن يقتدي برجل فلينظر هل هو من أهل الذكر أو من الغافلين. ഒരു ശൈഖിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഒരാൾ ആലോചിക്കേണ്ടത് തന്റെ ശൈഖ് ദിക്റിന്റെയും സ്വലാഹിന്റെയും നന്മയുടെയും ആളാണോ, ആള് സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടമാണോ നോക്കുന്നത്, അതല്ല അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. ഹലിൽ ഹാകിമു അലൈഹിൽ ഹവാ അവൽ വഹ്യു എന്ന് നോക്കണം. ഫഇൻ കാനൽ ഹാകിമു അലൈഹി ഹുവൽ ഹവാ, സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം നോക്കി ഈ ദുന്യാവിലെ സൗകര്യങ്ങൾ സ്വന്തം മുരീദന്മാരിൽ നിന്ന് പൈസ സ്വീകരിച്ച് ആർഭാടത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശൈഖാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ഗഫ്ല കാന അംറുഹു ഫുർതാ, അത്തരം ആളുകളെ നിങ്ങൾ സ്വീകരിക്കല്ലേ. കാരണം എല്ലാറ്റിലും മായം വന്ന പോലെ ഈ വിഷയത്തിലും മായം വന്ന കാലമാണ്. ശൈഖന്മാരായ ആളുകൾ, തരീഖത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളിൽ നന്മയുടെ ആളുകളുണ്ട്, സജ്ജനങ്ങളായ ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്.
സ്വന്തം ശൈഖിലും തന്റെ ഖുദ്വയായ മാതൃകയായ തന്റെ ഗുരുനാഥനിൽ നോക്കണം, ഈ നന്മകളുണ്ടോ. ഇങ്ങനെ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന, പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ അകന്നു നിൽക്കണം, ചെന്നു പോകരുത്. എപ്പോൾ ചെന്നാലും അല്ലാഹുവിന്റെ ദിക്റിനെ സംബന്ധിച്ചേ പറയൂ. ദിക്റ അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളാണ്. മൻ തുദക്കിറുക്കും ബില്ലാഹി റുയതുഹു. ചില ആളുകളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ കാണുമ്പോഴേക്കും അല്ലാഹുവിനെ ഓർമ്മ വരും. അതാണ് ഒരു മുറബ്ബിയായ ശൈഖിന്റെ പ്രത്യേകത. അവരുടെ സംസാരം അല്ലാഹുവിനെ കുറിച്ചാണ്. അവിടെ ദിക്റായിരിക്കും നടക്കുക, അവിടെ സ്വലാത്തായിരിക്കും നടക്കുന്നത്, അവിടെ നസീഹത്തായിരിക്കും നടക്കുക. ദുനിയാവിന്റെ വിഷയം പറയൂല. അങ്ങനെയാണ് നിങ്ങളുടെ ശൈഖെങ്കിൽ وإن وجده ممن غلب عليه ذكر الله واتباع السنة وأمره غير مفروط عليه فهو حازم بل هو حازم في أمره فليستمسك بغرضه. ആ ശൈഖിന്റെ കൈപിടിക്കണം, മുറുകെ പിടിക്കണം. അത്തരം ആളുകളുടെ കൈപിടിച്ച് വിജയിക്കാൻ കഴിയൂ എന്ന് ഇബ്നുൽ ഖയ്യിം അവറുകൾ വാബിൽ സുബിയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 53-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് ആധുനികനായ ആലിമ. അപ്പോ ഈ ഒരു ദീനിന്റെ ശാഖയെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്ത ഒരു അവസ്ഥയുള്ള കാലമാണ്. തങ്ങൾ അവർ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശദമായ ഖൗലുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിന്റെ ആലിമ. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന സ്വാഹിബുൽ മുസ്നദ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുസ്നദ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് റിവായത്തുകളിലൂടെ ആയിരക്കണക്കിന് ഹദീസുകൾ നിരത്തിവെച്ച മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ വലിയ ആലിമാണ്, മുത്തഖിയാണ്, തഖിയ്യുൻ വരിഉൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. എന്നിട്ട് ഫഖീഹായ ആലിമായ മുജ്തഹിദായ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, വഅ്തിറാഫുൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ لأبي حمزة البغدادي بالفضل عليه. ബഹുമാനപ്പെട്ടവർ പറയും, എനിക്ക് കിട്ടിയ തർബിയത്ത്, ഞാൻ നന്നാവാൻ കാരണം ഞാൻ പഠിച്ച ഹദീസുകൾ മാത്രമല്ല, എന്റെ ശൈഖ് അബൂ ഹംസത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ നൂറ് കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ് എന്റെ മാർഗം ശരിയായതെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുന അഹ്മദ് ഇബ്നു സരീജ് റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഫഖീഹാൻ, ഇമാമാൻ, വലിയ ആലിമാൻ. ബഹുമാനപ്പെട്ടവർ പറയും, എന്റെ ഇൽമു കൊണ്ടല്ല, എനിക്ക് അല്ലാഹു തആല തർബിയത്ത് തന്നത് അബുൽ ഖാസിം അൽ ജുനൈദ്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലൂടെയാണ്. ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റഗ്മ കൗനിഹി ഹുജ്ജത്തൻ ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവാണ്, ഇസ്ലാമിന്റെ ഹുജ്ജയാണ് എന്ന് പറഞ്ഞ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ശൈഖ് ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാഹ് സുൽത്താനുൽ ഉലമ എന്നറിയപ്പെട്ട ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി, സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട മഹാനാണ് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം. എന്നിട്ട് ആ മഹാനവറുകൾക്ക് മുറബ്ബിയായ ഒരു ശൈഖ് ഉണ്ടായിരുന്നെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം ഇമാമുന ഗസാലി തങ്ങളും മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളും രണ്ടുപേരും മുമ്പ് പറയുമായിരുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമില ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ, ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരാണ്, ഗസാലി ഇമാമല്ല. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമിൽ, പരിപൂർണമായ ഇസ്ലാം എനിക്ക് മനസ്സിലായത് ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു വഅർളാഹ്. മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായി ഞാൻ കൂടിയതിന്റെ ശേഷമാണ് ഇസ്ലാം പരിപൂർണമായി എനിക്ക് മനസ്സിലായതെന്ന് ആര്? സുൽത്താനുൽ ഉലമ. ഇന്ന് പേരുന്ന പോലെയല്ല ആ പേരുകൾ. വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവെന്ന നാമകരണം ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം കിട്ടണമെങ്കിൽ മഹാനവരുടെ ഫിഖ്ഹിലും തഫ്സീറിലും ഹദീസിലും ഉലൂമുദ്ദീനിലുമുള്ള ബഹുമാനപ്പെട്ടവരുടെ അവഗാഹം അത് ആഴത്തിലറിയുന്ന ആലിമീങ്ങളിട്ട പേരാണ് സുൽത്താനുൽ ഉലമ. ആ മഹാനവറുകൾ ഫിഖ്ഹിന്റെ മാർഗത്തിൽ കഴിഞ്ഞ ആളാണ്. എന്നിട്ട് മഹാനോട് പറയാണ്, എനിക്ക് അല്ലാഹു തആല ഇസ്ലാം മനസ്സിലാക്കി തന്നത് ത്വരീഖത്തിന്റെ ആളായിരുന്ന, ശൈഖായിരുന്ന, മുറബ്ബിയായിരുന്ന മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് ഇസ്ലാം പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, കാന ഹാദാനി ശൈഖാൻ
وقد احتاج إلى الشيخ مع سعة علمهما بالشريعة شريعة العلم فقه العلم علم الفرائض علم الفروض والسنن ഇതൊക്കെ മനസ്സിലാക്കിയ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരായിട്ടുകൂടി മുറബ്ബിയായ ഒരു ഷെയ്ഖ് ഇല്ലാത്തവർക്ക് ദീനിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നവരെ സമ്മതിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ മഹത്തുക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ്. ഒരു മുറബ്ബിയായ ഒരു ഡോക്ടർ തനിക്ക് ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ? വലിയ വലിയ ആലിമീങ്ങൾക്ക് ഇത് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി മഹാനവറുകൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലിക്കി മദ്ഹബുകാരനാണ്. ബഹുമാനപ്പെട്ടവർ മുസ്ലിഹുൽ ഉലമാഇ വൽ ഔലിയ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ഔലിയാഇനും അതുപോലെ തന്നെ ഫുഖഹാഇനും തിരിച്ചു കൊടുക്കുന്ന ആളാണ്. കാരണം അഹ്മദ് സറൂഖ് തങ്ങൾ അവറുകൾ എടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനാണ്. അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനോട് പ്രത്യേകത, ഇൽമിന്റെ അഹ്ലുകാരിൽ ഫിഖ്ഹ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷേ തസൗഫിന്റെ അഹ്ലുകാരിൽ തസൗഫ് തെറ്റി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും. തസൗഫും ഫിഖ്ഹും ഒരേപോലെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞ മഹാനാണ്. അവരുടെ ശൈഖായിരുന്നു മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ അവരുടെ ഖവാഇദിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖ് അസം മിൻ അഖ്ദിഹി ദൂനഹു. ഫഖീഹാണ് അഹ്മദ് സറൂഖ് എന്നവര്, മുതസവ്വിഫാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇഹ്സാനിന്റെ ഇൽമിന്റെ ആളാണ്. മഹാനവറുകൾ പറയാണ്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖ്. മശായിഖന്മാരിൽ നിന്ന് അമലെടുക്കുക, അവര് ചൊല്ലിത്തരാൻ പറയുന്ന ചൊല്ലുക, അതിനൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കൊക്കെയുള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ വഴിയെ വരുന്നുണ്ട്. അഖ്ദുൽ ഇൽമി വൽ അമൽ, അമലും ഇൽമും അനിൽ മശായിഖ്, മശായിഖന്മാരായ ആളുകളിൽ നിന്ന് എടുക്കലാണ്. അത്തമ്മു മിൻ അഖ്ദിഹി ദൂനഹും, അവരല്ലാത്തവരിൽ നിന്ന് എടുക്കാതെ, ഞാൻ പഠിച്ചത് ഞാൻ ജീവിച്ചോളെ, എനിക്കൊരു മുറബ്ബിയായ ശേഖന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ എമ്പാടും പഠിച്ച ആളല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ശൈഖുകളുടെ ആ പരമ്പരയിൽ മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നുണ്ട്. മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശൈഖിൽപ്പെട്ട ആളാണ് മഹാനായ ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ പറയാണ്, മശായിഖന്മാരിൽ നിന്ന് ഇൽമും അമലും പഠിച്ചെടുക്കണം. ബൽ ഹുവ ആയാതും ബയ്യിനാതും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, തെളിവ് പറയാം. ബൽ ഹുവ ആയാതും ബയ്യിനാത്, അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട വെളിച്ചം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ. അതുമാത്രമല്ല, സൂറത്തുൽ ലുഖ്മാനിൽ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ, എന്നെ കാണാൻ കൊതിയുള്ള, എന്റെ റസൂലിനെ കാണാൻ കൊതിയുള്ള, എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. പിൻപറ്റണം. സബീല മൻ അനാബ ഇലയ്യ, എന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നവർ, എന്നിലേക്ക് വഴി നടത്തിയവർ, അവരുടെ കൈപിടിക്കണമെന്ന് ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുവല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥമല്ല. ആരെ? ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അവര് ഫഖീഹാൻ, ഫിഖ്ഹിന്റെ ആലിമാൻ, ശരീഅത്തിന്റെ ആലിമാൻ, തസൗഫിന്റെ ആലിമുമാണ്. എന്നിട്ട് പറയുന്നു, ഫലസിംതുൽ മശീഖ, ഞാൻ അതുകൊണ്ടാണ് മശായിഖന്മാരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. സിയമാ വസ്സഹാബത്തു അഖദൂ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അവര് ഖുർആൻ ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഖുർആൻ എടുത്ത് പഠിച്ചവരല്ലല്ലോ. അഖദൂ അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ പഠിച്ചെടുത്തത്. അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ ഇൽമ പഠിച്ചത്. നിബിതങ്ങളാണെങ്കിലോ വഖദ് അഖദഹു അൻ ജിബ്രീൽ, നിബിതങ്ങളുടെ ശൈഖാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലമഹു ശദീദുൽ ഖുവാ, നിബിതങ്ങൾക്കൊരു മുഅല്ലിമുണ്ട്, അത് ജിബ്രീൽ അലൈഹിസ്സലാം. സ്വഹാബത്തിന്റെ മുഅല്ലിമും മുറബ്ബിയുമാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കണമെങ്കിൽ മശായിഖന്മാരുടെ മാർഗം അറിയണം, പിടിക്കണം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ രണ്ട് ആയത്തുകളിലൂടെയാണെന്ന് മഹാനായ ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി
ഇനിയിപ്പോ വേറൊരു തെളിവൊന്നും വേണ്ട. അഹ്മദ് സറൂഖ് ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണെന്ന് അവരുടെ തർജുമ, അവരുടെ ബയോഗ്രഫി ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. വെറുതെ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയാൻ എന്ത് ചെയ്യരുത്, ആളുകൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായത്. ഒരുപാട് ആളുകൾ മശായിഖന്മാരുടെ കൈപിടിച്ചു. മഹാനായ ഇബ്നു സീരീൻ തങ്ങളെ പോലെ, മഹാനായ ഇബ്നു മുസയ്യിബ് തങ്ങളെ പോലെ, മഹാനായ അഅറജ് എന്നവര്, ഇവരെല്ലാം ഈ വിഷയം മനസ്സിലാക്കിയെടുത്തത് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അവരുടെ ശൈഖ് ഒരു സ്വഹാബിയാണ്. ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു മുസയ്യിബ് എന്നവര്, മഹാനായ അല്ലാമ ഇബ്നു സീരീൻ മുഹമ്മദ് ഇബ്നു സീരീൻ എന്നവര്, അല്ലാമത്തുൽ അഅറജ് റളിയല്ലാഹു അൻഹു, അവര് മുറബ്ബിയായ ശൈഖുമാരായിരുന്നു. അവരാരെന്നാ പഠിച്ചെടുത്തത്? മിൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന്. എന്നാൽ അതുപോലെ തന്നെ ഇമാമുന ത്വാവൂസ് എന്നവര്, ഇമാമുന വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു, ഇമാമുന മുജാഹിദ് എന്നവര്, ഇവരെല്ലാം പഠിച്ചെടുത്തത് ഇബ്നു അബ്ബാസ്. അവരുടെ ശൈഖാരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ സ്വഹാബിമാരിൽ നിന്നാണ് താബിഈങ്ങൾ പ്രത്യേകമായ അവസ്ഥയിൽ അത് പഠിച്ചെടുത്തത്. അവർ ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് ഈ തസവുഫിന്റെ സിൽസില കടന്നു പോകുന്നത്. ബൈഅത്തിലൂടെയാണ്. ഇന്നും അങ്ങനെയാ, മുമ്പും അങ്ങനെ.